ಪ್ರಿಯ ವೀಕ್ಷಕರೇ, ಆಸರೆ ಟಿ ವಿ ನಡೆಸುವಂಥ ಸುವಾರ್ತಿಕ ಎಂಬಂಥ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ತಮ್ಮೆಲ್ಲರಿಗೂ ಆತ್ಮೀಯ ಸ್ವಾಗತ. ಇವತ್ತು ನಮ್ಮೊಂದಿಗೆ ತಮ್ಮ ಜೀವಿತದ ಘಟನೆಗಳನ್ನು ಹಂಚಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಕೇರಳದ ಕೋಟೆಯಲ್ಲಿರುವಂಥ ಪಾಸ್ಟರ್ ಗ್ಲಾಡ್ಸನ್ ರವರಿದ್ದಾರೆ. ಅವರನ್ನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾವು ಸ್ವಾಗತಿಸೋಣ. പാസ്റ്ററെ, ഈ സുവിശേഷകനെന്ന ഈ പ്രോഗ്രാമിലേക്ക് താങ്കളെ ആത്മമായി സ്വാഗതം. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, ഇപ്പം എവിടുന്ന് താമസിക്കുന്നത്? പാസ്റ്റർ സ്വദേശം എവിടെയാണ്? ഞാൻ കേരളത്തിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടകം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഓക്കെ. പാസ്റ്റർ ഇപ്പം എത്ര വർഷമായി സുവിശേഷ വേലയുടെ ബന്ധത്തിൽ? സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയിട്ട് ഈ മെയ് 21 10 വർഷം ദൈവകൃപയാൽ പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. പാസ്റ്ററുടെ ചൈൽഡ്ഹുഡൊക്കെ ബാല്യം എല്ലാം നാട്ടിൽ സ്വദേശത്ത് തന്നെയായിരുന്നു? പുറത്ത്? എല്ലാം കേരളത്തിനകത്ത് തന്നെയായിരുന്നു. ഞാൻ 1 തൊട്ട് 4 വരെ കോട്ടയത്തുള്ള പാക്കിൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അറക്കപ്പടിക്കൽ സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്, അവിടെ പഠിച്ചത്. പിന്നെ 5 മുതൽ 10 വരെയുള്ള UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം നാട്ടകം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. +2 കാലയളവ് കാരാപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോട്ടയത്തിനടുത്ത്, കോട്ടയം പട്ടണത്തിനടുത്ത് തന്നെ. അതിനുശേഷമായിട്ട് BA ഡിഗ്രി പഠിച്ചത് കോട്ടയം ഗവൺമെൻറ് കോളേജിൽ, നാട്ടകത്തുള്ള കോട്ടയം ഗവൺമെൻറ് കോളേജാണ് പഠിച്ചത്. വിദ്യാഭ്യാസം മൊത്തം കോട്ടയം ജില്ലയിൽ തന്നെ ആയിരുന്നു. ഡിഗ്രിക്ക് അനന്തരമായിട്ട് പിന്നീട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അണ്ടറിലുള്ള ഒരു ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 2 വർഷം കൊണ്ട് പഠിച്ച് പൂർത്തീകരിച്ചു. ഓക്കെ. ആ ജോലിയിലേക്ക് നിൽക്കുമ്പോഴായിരുന്നു ദൈവിക നിയോഗത്തിലേക്കുള്ളൊരു പ്രവേശനം. പാസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് പപ്പായുണ്ട്, പപ്പ, മമ്മി. ഓക്കെ. 2 സഹോദരങ്ങളാണ്. മൂത്തതാണോ? ഞാൻ ഏറ്റവും മൂത്തതാണ്. ഓക്കെ. എനിക്ക് അനിയൻ പേര് പ്രിൻസ്, അനുജത്തി പേര് പ്രൈസി. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. കെസിയ എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്. ഓക്കെ. എൻ്റെ പപ്പായുടെ മാതാവും എൻ്റെ കുടുംബത്തിനകത്തുണ്ട്. അങ്ങനെ ഒരു സന്തോഷകരമാകുന്ന ഒരു കുടുംബം കർത്താവിൻ്റെ കൃപയാൽ ദൈവം നൽകി. പാസ്റ്ററിന് ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചോ? അങ്ങനെ പാസ്റ്ററിൻ്റെ ചെറുപ്രായം എങ്ങനെയായിരുന്നു? ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരായിരിക്കുന്ന അഭിഷക്തരായിരുന്നു. ഓക്കെ. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അടിക്കടി വരുന്ന പ്രതിസന്ധികൾ എൻ്റെ ബാല്യകാലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു പിന്മാറ്റത്തിലേക്ക് ഞാൻ പോയി. കാര്യം യേശുവിനെ എനിക്കറിയാം. പേരൻസൊക്കെ വിശ്വാസത്തിലായിരുന്നു? പേഴ്സണലായിട്ട് ഞാൻ വിശ്വാസത്തിലായത് എൻ്റെ 21ാമത്തെ വയസ്സിലായിരുന്നു. അതുവരെയും എങ്ങനെയായിരുന്നു വിശ്വാസത്തിൽ? അതുവരെയും ഞാൻ വിശ്വാസത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം എൻ്റെ മാതാപിതാക്കളെ ബോധിപ്പിക്കാൻ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ യേശുവിനെ എനിക്കറിയാം, പക്ഷേ യേശുവുമായിട്ടൊരു അനുഭവബന്ധം എനിക്കില്ലായിരുന്നു. അങ്ങനെ 14ാമത്തെ വയസ്സിന് ശേഷം പൂർണ്ണമായിട്ടും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയി. തുടർന്നുള്ള നിമിഷങ്ങളത് ദൈവനിയോഗമെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 14 മുതൽ പിന്നെ എപ്പോഴാണ് യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിച്ച് ഒരു വിശ്വാസ ജീവിതം നയിക്കണമെന്ന് തോന്നിയത്? അല്ല, അതിൻ്റെ സാഹചര്യം ഒന്ന് പറയാമോ? അഭിഷേകത്തിന് 14ാമത്തെ വയസ്സിലേക്ക് ഞാൻ കയറിയപ്പോൾ നിരീശ്വരവാദത്തിൻ്റെ ഒരു ചിന്ത എൻ്റെ അകത്തേക്ക് വന്നു. യേശു ദൈവമല്ല എന്നും യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ ആഹാരത്തിന് കുറവും വസ്ത്രത്തിന് കുറവും ഒക്കെ ജീവിതത്തിൽ വരുമോ എന്ന് ചിന്തിച്ച ഒരു ബാല്യത്തിലുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നവരെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. നല്ലൊരു ആഹാരം കഴിക്കാൻ കൊതിച്ചിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടത്തിനകത്ത് എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവസന്നിധിയിൽ വിട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നു. അവർ 2 പേരും സുവിശേഷകരായിരുന്നു. പക്ഷേ എൻ്റെ പിന്മാറ്റം അവരുടെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. അങ്ങനെ 14ാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് കോട്ടയം പട്ടണത്തിലെ ചില അറിയപ്പെടുന്ന ഗുണ്ടകളുമായിട്ടൊക്കെ ചെറുപ്രായത്തിലെ ഒരു ബന്ധം ഞാൻ സ്ഥാപിച്ചു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി ദൈവം എന്നൊരാളില്ല. അങ്ങനെ ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ മേഖലയ്ക്കകത്ത് നിന്ന് ഞാൻ പാടെ പുറകോട്ട് പോയി. 14ാമത്തെ വയസ്സ് തീരുന്നതിന് മുൻപ്
രഹസ്യമായിട്ട് മദ്യപാനം എന്ന് പറയുന്ന ഒരു വിപത്തിലേക്ക് അറിയാതെ ഞാൻ കാലുകൾ വെച്ചു. സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ബന്ധത്തിൽ രഹസ്യമായിട്ട് ഞാൻ മദ്യപാനത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വർഷക്കാലം രഹസ്യമായിട്ടുള്ള മദ്യപാനം അത് പരസ്യമാകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വീട്ടിൽ അതറിഞ്ഞു, നാട്ടുകാരതറിഞ്ഞു, ബന്ധുമിത്രാദികൾ അതറിഞ്ഞു. ആകെ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായി. ആദ്യം എൻ്റെ ഭവനം എൻ്റെ ഈ തെറ്റായ പോക്ക് കണ്ടപ്പോൾ അവർക്ക് ഭാരം തോന്നി. അവരെ ഉപദേശിച്ചു. പിന്നീട് അവർ കരഞ്ഞു. പിന്നീട് അവർ പ്രാർത്ഥിച്ചു. എന്നിട്ടും മകനൊരു മാറ്റമില്ല. അങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ 15-ാമത്തെ വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പഠിക്കാൻ അത്ര ബുദ്ധിയോ അല്ലെങ്കിൽ പഠനത്തിനകത്ത് മികവോ ഒന്നും ഇല്ലാത്തൊരു സമയം. എങ്ങനെയോ 10ാം ക്ലാസ് പാസ്സായി. വീട്ടിലെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. അങ്ങനെ +2ലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയം കോട്ടയം പട്ടണത്തിലാണ് ഞാൻ പഠിക്കുന്ന സ്കൂള്. ആ സമയത്ത് കുറച്ചും കൂടെ എനിക്ക് അവിടെയുള്ള ഗുണ്ടകളുമായിട്ട് വീണ്ടും ഒരു ബന്ധം അറിയാതെ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ കോട്ടയം പട്ടണത്തിനകത്തുള്ള പല ലഹരികൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എല്ലാ ലഹരികൾക്കകത്തും കൗമാരപ്രായത്തിൽ തന്നെ ഞാൻ അഡിക്റ്റായിട്ട് മാറി. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അടിപിടി ഉണ്ടായി. അങ്ങനെ ഞാൻ ആ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടു. അങ്ങനെ 1ാമത്തെ കേസിൽ 16 വയസ്സ് കഴിഞ്ഞപ്പോൾ 16ാമത്തെ വയസ്സിൽ ആദ്യത്തെ കേസ് തുടങ്ങി. 16ാമത്തെ വയസ്സിൽ 1ാമത്തെ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ കുറേ അങ്ങ് പോയി. അങ്ങനെ 21 വയസ്സ് എനിക്ക് എത്തിയപ്പോൾ ഏകദേശം 24 കേസോളം എൻ്റെ ലൈഫിനകത്ത് വന്നു. 21 വയസ്സിൽ 24 കേസുകൾ എൻ്റെ ലൈഫിനകത്ത് വന്നു. പത്രധാര, മലയാള മനോരമ ഉൾപ്പെടെയുള്ള പല പത്രങ്ങളിലും അന്ന് ഫോട്ടോ സഹിതം വാർത്ത വന്നിരുന്നൊരു കാലം ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു ദുരിതപൂർണമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. പോലീസുകാർ വീട്ടിൽ വരുന്നു, സമൻസ് വീട്ടിൽ വരുന്നു, അറസ്റ്റ് വാറണ്ട് വീട്ടിൽ വരുന്നു. വീട്ടുകാർക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത സാഹചര്യം, അവർക്ക് പള്ളിയിൽ പോകുവാൻ കഴിയാത്ത സാഹചര്യം. ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭക്കാർ എന്നെ ഓർത്ത് ഖേദിക്കുവാൻ തുടങ്ങി. എങ്കിലും എൻ്റെ മാതാപിതാക്കൾ അന്നും എനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ അറിയാവുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ പിന്നീടാണ് അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ദൈവത്തോടൊരു വിരക്തിയായിരുന്നു. ദൈവമേ, നീ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊരു ബാല്യകാലത്തിലൊരു തോന്നലാണ് എന്നെ വാസ്തവത്തിൽ പുറകോട്ട് കൊണ്ടുപോയത്. പാപം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വന്നെന്ന് ചോദിച്ചാൽ അഭിഷക്തനെ എനിക്കറിയില്ല. പക്ഷേ എങ്ങനെയോ പാപത്തിൻ്റെ കരാളഹസ്തങ്ങൾക്കകത്ത്, അഗാധ ഗർത്തത്തിനകത്ത് ഞാൻ ആണ്ടുപോയി. പക്ഷേ കരകയറുവാൻ ഒത്തിരി തവണ ആഗ്രഹിച്ചെങ്കിലും ആ പാപ സ്വഭാവത്തിൻ്റെ അടിമ നുഖത്തിനകത്ത് ഞാൻ വീഴ്ത്തപ്പെട്ടു. താല്പര്യം ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിനകത്ത്. നിർത്തണം എന്നുള്ള താല്പര്യം അകത്തുണ്ടായിരുന്നു. മദ്യപാനം ഇല്ലാത്ത സമയത്ത് ഒരു നല്ല വ്യക്തിയാണോ എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ വീണ്ടും കൂട്ടുകൂടും, വീണ്ടും മദ്യപിക്കും, വീണ്ടും ലഹരികൾ ഉപയോഗിക്കും, വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തല്ലണം. ചെറിയ ശരീരമാണെങ്കിലും 10 പേര് വന്നാൽ അടിച്ചിടും. ഒരു വല്ലാത്തൊരു പൈശാചിക ശക്തിയുടെ കീഴിനകത്തായതുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ എൻ്റെ ലൈഫ് അങ്ങോട്ട് മുൻപോട്ട് പോയി. അങ്ങനെ കോടതികൾ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യങ്ങൾ, നിരവധി തവണ ജയിലുകളിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ. കോട്ടയത്ത് തന്നെ ഒരു 11ഓളം സ്റ്റേഷനുകൾക്കകത്ത് കേസുകളുണ്ടായി. അങ്ങനെ ദേശക്കാരുടെ മുമ്പിൽ, ബന്ധുമിത്രാദികളുടെ മുമ്പിൽ, ഭവനത്തിൻ്റെ മുമ്പിലൊക്കെ നിവർന്നു നിൽക്കാൻ കഴിയാതെ ഒരു വിരൂപനായിട്ട് ജീവിച്ച ഒരു കാലഘട്ടം എനിക്ക് 13 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഓക്കെ. ഇതിന് ശേഷം ഈ അടിപിടി, കേസ്, ഗുണ്ടായിസം, ഇതിനൊക്കെ ശേഷം സ്വയമായി തീരുമാനിച്ചതാണോ ഇതൊക്കെ വിടണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പ്രേരിപ്പിച്ചോ, സ്വയം ഒരു തീരുമാനമാണോ? എങ്ങനെ ആ ഒരു ഫീൽഡിൽ നിന്ന് ഒരു ആത്മീയ വ്യക്തിയായി മാറാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അഭിഷേകത്തിനെ പരലിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ, ഒരു ഭാഗത്ത് സന്തോഷം, മറുഭാഗത്ത് എനിക്ക് 21 വർഷങ്ങൾ നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ദുഃഖമാണ് എൻ്റെ ഹൃദയത്തിനകത്തുള്ളത്. അതുകൊണ്ടാണ് തീവ്രതയോടെ ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് ഏകദേശം 21 വയസ്സ് കഴിഞ്ഞ സമയം അതൊരു രാഷ്ട്രീയ കേസായിരുന്നു. ആ കേസ് ഒരു കൊലപാതക ശ്രമമായിരുന്നു. അങ്ങനെ ആ കേസിനകത്ത് വാറൻറ്റിന് മീതെ വാറൻറ്റ് വന്നു. കോടതിയിൽ ഹാജരാകാതിരുന്നു.
അങ്ങനെ കോടതിയിൽ ഹാജരാകാത്തത് കൊണ്ട് അവസാനം കോടതി പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ കോടതി എന്നെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കോട്ടയം സബ് ജയിലിനകത്ത് കോർട്ടിനകത്ത് നിൽക്കുമ്പോൾ കോടതി എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിട്ടു. അപ്പോൾ കോട്ടയത്തെ പ്രത്യേകത കളക്ട്രേറ്റിൻ്റെ അകത്താണ് കോർട്ട്. കോർട്ടിൽ നിന്ന് 3 മിനിറ്റ് നടന്നാൽ 2 മിനിറ്റ് നടന്നാൽ നമുക്ക് സബ് ജയിലിനകത്തെത്താം. അങ്ങനെ കോടതി ഞാനും എൻ്റെ കൂടെ കുറച്ച് പ്രതികളുമുണ്ട്. ഞങ്ങളെ അങ്ങനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിടുന്നു. അങ്ങനെ കോടതി വരാന്തയിൽ നിന്ന് 2 പോലീസുകാരുടെ നടുവിൽ കൈകൾ കെട്ടപ്പെട്ടവനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് ഞാനിങ്ങനെ കോടതിയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, നീ ജീവിച്ചിരിക്കരുത്, നീ ആത്മഹത്യ ചെയ്യണം. നിൻ്റെ മാതാപിതാക്കൾക്ക്, നിന്നെ അറിയാവുന്നവർക്കൊക്കെ നീ ശത്രുവായി മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യണം എന്നൊരു ചിന്ത എന്ന് ആരോ എൻ്റെ ഉള്ളത്തിനകത്തോട്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അഭിഷേക് തന്നെ അങ്ങനെ ഞാൻ പോലീസുകാരുടെ നടുവിലൂടെ നടന്ന് സബ് ജയിലിനകത്ത് ചെന്നു. എൻ്റെ കൂടെ മറ്റ് കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു. ഒരുപാട് തവണ ഞാൻ ജയിലുകളിൽ കിടന്നത് കൊണ്ട് ജയിലിൽ പോകുന്നതിനകത്ത് എനിക്ക് പ്രയാസമൊന്നുമില്ലായിരുന്നു. കാര്യം അത് സ്ഥിരമായി 21 വയസ്സിനകം പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ ചിലത് പുറലോകം അറിഞ്ഞിട്ടുണ്ട്, ചിലത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ചിലത് ലോകം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂവിലായിരിക്കാം കുറച്ചുകൂടി ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ 21ാമത്തെ വയസ്സ് കഴിഞ്ഞ സമയം ഈ കേസിനകത്ത് അകപ്പെട്ട് ജയിലിനകത്ത് ഞാൻ കിടക്കുന്ന ആ ദിവസം, ആരംഭ ദിവസം തന്നെ എൻ്റെ ഉള്ളത്തിനകത്ത് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊരു പ്രേരണ തോന്നി. അപ്പോൾ ഞാൻ ജയിലിനകത്ത് ആത്മഹത്യ ചെയ്യണം തോന്നിയത് ചെയ്തിരിക്കുന്ന കുറ്റബോധം കൊണ്ടാണോ, അല്ല എന്നെ ഒറ്റപ്പെടുത്തി ആരും ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണോ, ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എന്താണ്? അഭിഷിക്തം പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹൃദയത്തിനകത്ത് സമാധാനമില്ല. 2, ചെറുപ്പ കാലഘട്ടങ്ങളിൽ യേശുവിനെ അറിഞ്ഞു, ഇപ്പോൾ ദൈവമായിട്ട് ബന്ധമില്ല. ഇനി മടങ്ങി വന്നാലും സമൂഹവും ഭവനവും ദൈവവും അംഗീകരിക്കത്തില്ല എന്നൊരു തോന്നലുള്ളിലുണ്ടായിരുന്നു. മടങ്ങി വരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും കുരുക്കിൽ വീണ്ടും പുറകോട്ട് പോവുകയായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുക, അങ്ങനെയായിരുന്നു ഭൂരിഭാഗം കേസുകളും എൻ്റെ ലൈഫിനകത്തുണ്ടായത്. പിന്നെ മദ്യപിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും തല്ലുക എന്നൊരു ദുർസ്വഭാവത്തിനകത്ത് അടിമപ്പെട്ടു പോയി. ഒരു വലിയ തല്ലുകാരനോ അല്ലെങ്കിൽ ഭീകരവാദിയൊന്നും അല്ല, മനുഷ്യരെ സഹായിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും അന്നും കഴിയുന്നുണ്ട്, നല്ല മനസ്സുമുണ്ട്. പക്ഷേ ആരോ പുറകോട്ട് വലിക്കുന്നത് പോലെ ഒരു ജീവിത സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ മുൻപോട്ട് പോയത്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആ പ്രായം വരെ. അങ്ങനെ ജയിലിനകത്ത് കിടന്നു. അപ്പോൾ ഞാൻ രാത്രിയാകാൻ വേണ്ടി നോക്കിയിരുന്നു. ഞാൻ ഉടുത്തിരുന്ന അന്ന് ജയിലിനകത്ത് പ്രത്യേകത, ഇതിന്റെ സാഹചര്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മനസ്സ് പ്രേരിപ്പിക്കാൻ കാരണം ആരുമില്ല എന്നുള്ളൊരു തോന്നൽ. 1, 2, ഏകാന്തമായിരിക്കുന്നൊരു ജീവിത സാഹചര്യങ്ങൾ. പിന്നെ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന ഈ പ്രവൃത്തികൾ നല്ല ബോധത്തിൽ വരുമ്പോഴുള്ള കുറ്റബോധം. ഇതൊക്കെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അങ്ങനെ ഈ ഒരു ചിന്ത പലതവണ ഇപ്പം ജയിലിൽ കടന്നു എന്ന് പറഞ്ഞു. ഇതിനു മുമ്പേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നുള്ളത്? ഈ പർട്ടിക്കുലർ 21ാമത്തെ വയസ്സല്ലാതെ അതിനു മുമ്പ് ഈ ലാസ്റ്റ് തവണ ജയിലിൽ കടന്നു? എൻ്റെ 17ാമത്തെ വയസ്സിലും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ വാഹനം ഇടിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ രക്തസാക്ഷിയാകണം എന്നൊക്കെ ഒരു ഉൾപ്രേരണ എൻ്റെ അകത്ത് ജഡികമാകുന്ന മനസ്സിനകത്തുണ്ടായിരുന്നു. അന്നും ഇന്നും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോയാൽ അടുത്ത സ്ഥിതി എന്താകുമെന്നൊരു തോന്നൽ അന്നും ഉണ്ടായിരുന്നു. ഇന്ന് അത് വ്യത്യസ്തമായി ദൈവകൃപയാൽ ദൈവഭാഗത്ത് വന്നതുകൊണ്ട്. പക്ഷെ അന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊരു ചിന്ത അന്ന് എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കയറിയപ്പോൾ
ഈ ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നൽ അത് വല്ലാതെ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്നാമത്തെ ദിവസം എത്തി, രാത്രിയായി. ആ ജയിലിൻ്റെ പ്രത്യേകത, അവിടെ ഷട്ടിടാൻ പറ്റത്തില്ല, സബ് ജയിലായതുകൊണ്ട്. നമുക്കൊരു പാത്രം തരും, ഒരു ഗ്ലാസ് തരും, ഒരു പാ തരും, നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ടുടുക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ജയിലിൻ്റെ അവസ്ഥ. ജയിലിൻ്റെ മൂലയിലാണ് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഉള്ളത്. ഒരാൾ മലമൂത്ര വിസർജ്യങ്ങൾ നടത്തിയാൽ ബാക്കിയുള്ള 4 പേരോ 3 പേരോ അത് കണ്ടുകൊണ്ടിരിക്കണം. ആ പൈപ്പിൽ നിന്ന് വേണം കുളിക്കാൻ, ആ പൈപ്പിൽ നിന്ന് വേണം കുടിക്കാൻ. അത്ര ദുരനുഭവമായിരുന്നു സാധാരണ സബ് ജയിലിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ജയിലിനകത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നാറില്ല. കാര്യം എല്ലാവരും പ്രതികളാണ്, എല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടാണ് വന്നത്, കൂട്ടുപ്രതികളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. എനിക്ക് നാണമാണ്, ലജ്ജയാണ് ഇവരുടെ മുമ്പിൽ. അവർ മാന്യന്മാരെ, ഞാൻ മാത്രം കുറ്റവാളി എന്നുള്ളൊരു ചിന്തയില്ല. എല്ലാവരും കുറ്റവാളികളാണ്. അതെ, എല്ലാവരും കുറ്റവാളികളാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം ഞാൻ മാക്സിമം നോക്കി, ഞാൻ ഉടുത്തിരുന്ന മുണ്ട് എവിടെയെങ്കിലും ഉടക്കി ഒന്ന് ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യങ്ങളും ജയിലിനകത്തില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ മാനസിക നില തെറ്റാൻ തുടങ്ങി. കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ രാത്രി കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി, ഇങ്ങനെയൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസവും എൻ്റെ ആഹാര രീതികൾ, ആഹാരം കുറയാൻ തുടങ്ങി, ക്ഷീണിക്കാൻ തുടങ്ങി, തെറ്റായിരിക്കുന്ന വാക്കുകൾ പുലമ്പാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത വിധത്തിൽ എൻ്റെ ഹൃദയം അങ്ങനെ അസ്വസ്ഥമാകാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തി. മൂന്നാം ദിവസത്തിലെത്തിക്കുമ്പോൾ കൂടെയുള്ള സഹതടവുകാർക്ക് മനസ്സിലായി ഇവന് ഭ്രാന്തായി, ഇവന് മറ്റേതോ ഒരു രീതിയിൽ ഇവൻ്റെ മാനസികമായിരിക്കുന്ന നില തകർന്നു. ചിലപ്പോൾ ഉറക്ക കരയാൻ തുടങ്ങി, ചിലപ്പോൾ ചിരിക്കാൻ തുടങ്ങും, ചിലപ്പോൾ ഒരു ഭ്രാന്തന്മാർ കാണിക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത മുഴുവൻ ആ ജയിലിനകത്ത് രഹസ്യവും പരസ്യവുമായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ നാലാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ കിടക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് എൻ്റെ കാലുകൾ ഇങ്ങനെ മടക്കി 2 കരങ്ങളും ചേർത്ത് വെച്ച് നെറ്റി അതിൽ മേൽ വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, മരിക്കണം, ആത്മഹത്യ ചെയ്യണമെന്നുള്ള എൻ്റെ ആ ചിന്തയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ മയക്കത്തിലേക്ക് പോവുകയാണ്. ഈ സമയം ജയിലിൻ്റെ ഏത് സമയവും മരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. മരിക്കണം എന്നുള്ള, ആത്മഹത്യ ചെയ്യണം, ജീവിതം അവസാനിപ്പിക്കണം, മടുത്തു എന്നൊരു ചിന്ത. ആ ഒരു യൗവന പ്രായം, 21 വയസ്സെന്ന് പറയുന്നത് നല്ല യൗവന പ്രായമാണ്. ഏത് തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കണം എന്നൊരു ചിന്തയോടുകൂടിയാണ് ഞാനാണെങ്കിലും ദേവദാസനാണെങ്കിലും ഈ ലോകത്തിലുള്ള ആരാണെങ്കിലും ആ ഒരു പ്രായം നമ്മൾ ആഗ്രഹിച്ചത് ചെയ്യും, ആഗ്രഹിച്ചത് നേടുമെന്നൊരു വാശി, തെറ്റായതും നല്ലതുമായ വാശികൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ എൻ്റെ ലൈഫിനകത്ത് വന്നത് ഒരു തെറ്റായ വാശിയായിരുന്നു. അങ്ങനെ 21ാമത്തെ വയസ്സിൽ ആ 14 ദിവസത്തെ റിമാൻഡിലേക്ക് പോകുന്നതിൻ്റെ 14 ദിവസം റിമാൻഡിൽ കിടക്കുന്നതിൻ്റെ 4ാമത്തെ ദിവസം രാത്രി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2008 നടക്കുന്ന കാര്യമാണ് ഞാൻ കൈമാറുന്നത്. ആ 2008 നടക്കുന്ന ആ 4ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ കിടക്കുന്ന ജയിലിൻ്റെ അഴിയുടെ വെളിയിൽ ഒരു വലിയ വെളിച്ചം വന്നങ്ങ് നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ഈ വെളിച്ചം അങ്ങ് അപ്രത്യക്ഷമായി. എനിക്കെന്താണെന്നൊന്നും മനസ്സിലായില്ല. 2ാമത്തെ പ്രാവശ്യവും ഈ വെളിച്ചം എൻ്റെ മയക്കത്തിൽ വീണ്ടും ജയിലിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വീണ്ടും കണ്ണു തുറന്നു, വെളിച്ചം അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചൊരു ചിന്ത, ഇത് സന്ധ്യയ്ക്കാണോ അല്ല, എനിക്ക് തോന്നുന്നു അർദ്ധരാത്രിയിലാണ്, ഏകദേശം ഒരു 1 മണിക്ക് ശേഷമാണെന്നാണ് എനിക്ക് തോന്നൽ. കാര്യം എനിക്ക് സമയം അറിയില്ല, അർദ്ധരാത്രി അന്ന് സമയം അറിയുവാനൊരു സാഹചര്യം രാത്രിയിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തൂടെ പോകുന്ന ഏതെങ്കിലും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടമടിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ജയിലിനകത്തുള്ള ഏതെങ്കിലും പോലീസുകാർ ടോർച്ച് അടിക്കുന്നതായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യവും ഈ വെളിച്ചം വന്നിങ്ങനെ നിൽക്കുകയാണ്. 3ാമത്തെ പ്രാവശ്യം വെളിച്ചം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടമല്ല, പോലീസുകാർ ടോർച്ച് അടിക്കുന്നതല്ല, ഇത് മറ്റെന്തോ ആണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോഴെല്ലാം വെളിച്ചം അപ്രത്യക്ഷമാക്കുകയാണ്. 21 വർഷമില്ലാത്തൊരു ഭയം, പേടിയുണ്ട്, ഒരു പേടി പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് വന്നു.
എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് എനിക്കറിയത്തില്ല. അടുത്ത് കിടക്കുന്നവരെയൊക്കെ ഞാൻ തപ്പി നോക്കുന്നുണ്ട്. അവരെല്ലാം അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കൂർക്കം വലിച്ച്. ഞാൻ കിടക്കുന്ന പായ എവിടെ ഉണ്ട്, എൻ്റെ മുണ്ട് എൻ്റെ ശരീരത്തിലും ഉണ്ട്. എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ഒരു ചിന്ത, ഇനി ആ വെളിച്ചം വന്നാൽ എനിക്ക് ആ വെളിച്ചം എന്താണെന്ന് അറിയണം എന്നൊരു ഒരു ചിന്ത എൻ്റെ അകത്തുണ്ടായി. അങ്ങനെ ദിവസനെ ഞാൻ 5-ാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു. 4-ാമത്തെ പ്രാവശ്യം വെളിച്ചം വന്നപ്പോൾ തീരുമാനമെടുത്തു, 5-ാമത്തെ പ്രാവശ്യം വെളിച്ചം വന്ന എനിക്ക് വെളിച്ചം എന്താണെന്ന് അറിയണം. അങ്ങനെ ഈ വെളിച്ചത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ഒരു മയക്കത്തിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ജയിലിൻ്റെ ഇരുണ്ട അനുഭവത്തിനകത്ത് വെളിച്ചം വന്നിങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഞാൻ ആ വെളിച്ചത്തിലേക്ക് ഡയറക്റ്റ് നോക്കാതെ എൻ്റെ കണ്ണുകൾ താഴോട്ട് തറയിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ തറയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെളിച്ചം അവിടുന്ന് മായുന്നില്ല, വെളിച്ചം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വെളിച്ചത്തിന് അനക്കം സംഭവിച്ചു. വെളിച്ചം അനങ്ങാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്നും കൂടെ ഭയമായി. എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. വെളിച്ചം അനങ്ങി, ആ വെളിച്ചം എന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നിയപ്പോൾ അടുത്തെത്തി. എന്നെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം കുറച്ച് സമയമെടുത്താണ് വെളിച്ചം എൻ്റെ അരികിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ അപബോധ മനസ്സിലാണ് ഇത് കാണുന്നത്. എൻ്റെ മയക്കത്തിലാണ് ഞാനിത് കാണുന്നത്. വെളിച്ചം എൻ്റെ അരികിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോൾ എൻ്റെ ദേവദാസൻ എനിക്കൊരു കാര്യം മനസ്സിലായി. കരയാത്ത എൻ്റെ കണ്ണിലൂടെ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ കുനിഞ്ഞിരുന്ന എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. അറിയാതെ കരഞ്ഞു തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നെനിക്കറിയാം അന്നെന്നാ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. സാക്ഷാൽ ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ എത്ര കഠിനമുള്ളവൻ്റെയും കണ്ണ് നിറയും. ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ കരയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വേദന വരുമ്പോൾ മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നമ്മൾ ഇന്നും കരയും. അത് വാഹനത്തിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും കരയും. അതെ, പ്രസംഗിക്കുമ്പോഴാണെങ്കിലും വചനം കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ കരയും. അന്ന് അറിയാതെ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി. കണ്ണുനീര് കൊണ്ട് ഞാൻ ഉടുത്തിരുന്ന മുണ്ട്, ഞാൻ വിരിച്ചിരുന്ന എൻ്റെ പായ മുഴുവൻ കണ്ണുനീര് കൊണ്ട് കുതിർന്നു. കുറേ സമയമെടുത്ത് വെളിച്ചം എൻ്റെ മുൻപിലേക്ക് വന്നു. അപ്പോൾ ഈ വെളിച്ചം എൻ്റെ അരികിലേക്ക് വരുന്നതനുസരിച്ച് എൻ്റെ ഹൃദയത്തിനൊരു വലിയ സമാധാനം വരുന്നത് പോലെ, പേടി മാറി ഒരു ആശ്വാസം വരുന്നത് പോലെ, എന്തോ ഒരു ആത്മഹത്യ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പോലെ ആ സമയം ഞാൻ വരികയാണ്. പ്രിയരെ, അഭിഷേകത്തിന് ഈ വെളിച്ചം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ വെളിച്ചത്തെ കാണാൻ ധൈര്യം എനിക്കില്ല. പക്ഷെ എങ്ങനെയോ എൻ്റെ കണ്ണ് ഞാൻ തുറന്നു. അപ്പോൾ കണ്ണുനീരിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ വെളിച്ചത്തെ കാണുന്നത്. പ്രിയ അഭിഷേകത്തിനെ, ഞാൻ ആ വെളിച്ചത്തെ കണ്ണുനീരിൻ്റെ ഇടയിലൂടെ കണ്ടപ്പോൾ ആ വെളിച്ചത്തിനകത്തു നിന്നൊരു ശബ്ദം എൻ്റെ കാതിൽ വന്ന് മുഴങ്ങി. ആ ശബ്ദം ഇങ്ങനെ ആയിരുന്നു: കുഞ്ഞ്, നീ മരിക്കരുത്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. കാര്യം ഇന്ന് ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. 21 വയസ്സുകാരനായ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരുവനെ തേടി കോട്ടയം സബ് ജയിലിനകത്ത് യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അന്ന് മനസ്സിലായിരുന്നു എന്നെ സന്ദർശിക്കുവാനായി യേശുവാണ് വന്നതെന്നുള്ളത്. അന്ന് മനസ്സിലായില്ല. പിറ്റേ ദിവസമായിരുന്നു എനിക്ക് മനസ്സിലായത്. ഞാൻ ആ സാഹചര്യത്തിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള കാരണം പറയാം. ഈ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങുകയും വെളിച്ചം അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാനിതെൻ്റെ സ്വപ്നത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദർശനത്തിലാണ് കാണുന്നത്. പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നത് രാവിലെയാണ്. രാവിലെ ആയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഞാൻ ഉടുത്തിരുന്ന മുണ്ട് മുഴുവൻ നനഞ്ഞിരിക്കുക. രാത്രിയിലത്തെ അനുഭവം. ഞാൻ കിടന്നിരുന്ന പാ മുഴുവൻ നനഞ്ഞിരിക്കുക. കൂടെ കിടക്കുന്നവർക്ക് അറിയത്തില്ല എങ്ങനെ നനഞ്ഞതെന്ന്. മഴ പെയ്തിട്ടില്ല, ചോർച്ചയില്ല, വെള്ളം തൂകിയിട്ടില്ല. പക്ഷേ പായും ഞാൻ ഉടുത്തിരുന്ന മുണ്ട് മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി രാത്രിയിൽ എന്തോ എന്നിൽ നടന്നിട്ടുണ്ട്, എന്തോ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ, ആരും കേൾക്കാതെ ഉള്ളിൻ്റെ ഉള്ളിലും വാ കൊണ്ടും ഇങ്ങനെ പറഞ്ഞു: ദൈവമേ,
വന്നത്, കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അരികിൽ വന്നത് യഥാർത്ഥ ദൈവമാണെങ്കിൽ, യഥാർത്ഥ ദൈവമാണെങ്കിൽ, ഇങ്ങനെ പറഞ്ഞ്, യഥാർത്ഥ ദൈവമാണ് എൻ്റെ അരികിൽ വന്നതെങ്കിൽ, ആ സ്വപ്നത്തിൽ നീയാണ് എൻ്റെ അരികിൽ വന്നതെങ്കിൽ, കാര്യം ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് എനിക്ക് യേശുവിനെ അറിയാം. ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പോയിട്ടുണ്ട്. അപ്പനെ അമ്മയും ബോധിപ്പിക്കാൻ ചർച്ചിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് 21 വയസ്സിലായ യൗവന പ്രായത്തിൽ അറിയാതെ ജയിലിനകത്ത് കിടന്നൊരു പ്രാർത്ഥന പോലെ പറയുകയാണ്, വന്നത് യഥാർത്ഥ ദൈവമായ നീ ആണെങ്കിൽ എനിക്കൊരു അടയാളം തരണം, ഒരു ടെസ്റ്റ് തരണം. എന്നിട്ട് ഞാനന്ന് ദൈവത്തോട് പറയുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിയാകുന്നതിന് മുൻപേ എനിക്ക് ജാമ്യം കിട്ടണം. എത്ര ദിവസത്തെ റിമാൻഡ് ആയിരുന്നു? അപ്പോൾ 14 ദിവസം റിമാൻഡാണ്. എത്ര ദിവസം കഴിഞ്ഞു? അപ്പോൾ 4-ാമത്തെ ദിവസം രാത്രിയാണ് ഇത് കാണുന്നത്. 5-ാമത്തെ ദിവസമാണ് ചോദിക്കുന്നത്. അപ്പോൾ 14 ദിവസം കിടക്കണം. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും 14 ദിവസത്തിലേക്ക് ജയിലിലേക്ക് വരാനുള്ള കേസായിരുന്നു അത്. കാര്യം ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കേസാണ്. അങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ 14 ദിവസം കിടന്നതിന് ശേഷവും പോലീസുകാർ കോടതിയിൽ ഹാജരാക്കിയാൽ വീണ്ടും 14 ദിവസം റിമാൻഡിലേക്ക് വരും. അങ്ങനത്തെ ഒരു കേസിൻ്റെ 5-ാമത്തെ ജാമ്യം കിട്ടാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തോട് പറയുന്നത്, എൻ്റെ അരികിൽ 4-ാമത്തെ ദിവസം രാത്രിയിൽ വന്നത് യേശുവാണെങ്കിൽ, ദൈവമാണെങ്കിൽ എനിക്ക് ജാമ്യം കിട്ടണം. ദേവദാസനെ ഞാനിതെല്ലാം മറന്നുപോയി. 4 മണിയാകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് 4 മണിക്ക് മുമ്പ് ജാമ്യം കിട്ടണം. ഇതാ ദൈവത്തോട് പറയുന്നത്. നമുക്കൊരു ധാർഷ്ട്യ സ്വഭാവമാണ്, അഹങ്കാര സ്വഭാവമാണ്. കാര്യം അങ്ങനെ ഒരു ലെവലിലായിരുന്നു അന്നത്തെ മൈൻഡ്, അന്നത്തെ സംസാര രീതി. അങ്ങനെ 4 മണിക്ക് മുമ്പ് ജാമ്യം കിട്ടണം എന്നൊരു വാക്ക് പറഞ്ഞു. ദേവദാസനെ 4 ആകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു പോലീസുകാരൻ ഓടി ഞാൻ കിടക്കുന്ന ജയിലിനകത്ത് വന്നു. ആരാ ഗ്ലാഡ്സൺ? ഞാൻ പറഞ്ഞു, സാർ ഞാനാ ഗ്ലാഡ്സൺ. എടാ കൊച്ചനെ, കോടതി നിനക്ക് ജാമ്യം അനുവദിച്ചു. എൻ്റെ പ്രിയ ദേവദാസനെ, എനിക്കത് എക്സൈറ്റഡ് ആണ്. എൻ്റെ കൂടെ കിടക്കുന്ന പ്രതികൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ജാമ്യം കിട്ടിയത് കൊണ്ടല്ല ഞാനന്ന് സന്തോഷിച്ചത്, മറിച്ച് തലേ രാത്രിയിൽ എൻ്റെ അരികിൽ യേശുവാണ് വന്നതെന്ന് ഉറപ്പായപ്പോൾ എൻ്റെ ദേവദാസനെ, എൻ്റെ ഉള്ളം 21 വർഷം സന്തോഷിക്കാത്ത എൻ്റെ അകത്ത് ഒരു വലിയ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് 2004 ജയിലിൽ പോകുന്ന സമയം, 2004 ജയിലിൽ പോകുന്ന സമയം എന്നെ കാണാൻ എൻ്റെ ഡാഡി വന്നൊരു സമയമുണ്ട്. കണ്ണുനീരോടുകൂടെ എന്നെ ജയിലിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഡാഡിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു സമയമുണ്ട്. പക്ഷേ ഇന്ന് എനിക്കും എൻ്റെ പിതാവിനും ഒത്തിരി വേദികളിൽ ഒരുമിച്ച് കർത്താവിനെ ഉയർത്താൻ കർത്താവ് ഭാഗ്യം തന്നു. ഒരു നാളിൽ പാപിയായ മകനെ കാണാൻ നീതിമാനായ അപ്പൻ കണ്ണുനീരോടുകൂടെ ജയിലിനകത്ത് വന്നെങ്കിൽ ഇന്ന് അതേ മകനോട് ഒരുമിച്ച് കർത്താവിനെ ഉയർത്താൻ, അതേ അപ്പനോടുകൂടെ യേശുവിനെ ഉയർത്താൻ ഒരു വലിയ ഭാഗ്യം കർത്താവ് തന്നു. ഈ ജയിലിൽ നിന്ന് വെളിവരാനുള്ള ബെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ആരാണ് ക്രമീകരിച്ചത്? വീട്ടുകാരാണോ, രാഷ്ട്രീയക്കാരാണോ, അല്ല സ്നേഹിതന്മാരാണോ? ഞാനത് പറയുമ്പോഴാണ് അടുത്തൊരു അത്ഭുതം. എത്ര പേരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം സൂപ്പർ നാച്ചുറൽ ഒന്നുണ്ടെങ്കിൽ അതെൻ്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞു. മാനുഷികമായിട്ട് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാനത് ഓപ്പണായിട്ട് പറയാൻ എനിക്കൊരു മടിയുമില്ല. അത് ഒരുപക്ഷെ പലർക്കും അത് വിയോജിപ്പുണ്ടാകാം. കാര്യം ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ ലൈഫിൽ നടന്നൊരു അനുഭവമാണ്. ആദ്യം ഞാൻ ചോദിച്ചത്, എനിക്ക് വേണ്ടി ആരാണ് ജാമ്യമായിട്ട് നിന്നത്? ജാമ്യക്കാർ. സാധാരണ ജാമ്യം കിട്ടണമെങ്കിൽ 2 ആൾ ജാമ്യം വേണം. അവർക്ക് കരവടച്ച രസീത് വേണം. അവർ അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ അത് കൊടുക്കണം. അഡ്വക്കേറ്റ് അത് ടെസ്റ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് എഴുതി ചിട്ടപ്പെടുത്തി കോർട്ടിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്താലേ ബെയിൽ കിട്ടത്തുള്ളൂ. അത് ശരിയാണ്. ഞാൻ പ്രഭാതത്തിലാണ് ദൈവത്തോട് പറഞ്ഞത്, ഇന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ജാമ്യം കിട്ടണം. ആ പകലിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി. ഞാൻ ജാമ്യം കിട്ടിയതിന് ശേഷം നേരെ പോയത് കോട്ടയം കളക്ടറേറ്റിനകത്തുള്ള 2nd ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കരികിലുള്ള ഓഫീസിനകത്താണ്. ക്ലർക്കുമാരിരിക്കുന്ന കോർട്ടിൻ്റെ ഓഫീസിനകത്താണ് ഞാൻ ചെന്നത്. അന്ന് ഞാനവിടെ ചെന്നപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഗുമസ്തന്മാരുണ്ട്, ക്ലർക്കുമാരുണ്ട്.
അവരോട് ചോദിച്ചു, എനിക്ക് അഡ്വക്കേറ്റിനോട് ചോദിച്ചു ആരാണ് ജാമ്യം നിന്നത്, അവരുടെ പേരും ഡീറ്റെയിൽസും എനിക്കൊന്ന് വേണം, അറിയാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു രജിസ്റ്ററിനകത്ത് ഗുമസ്തനോട് ആരോടെല്ലാം പറഞ്ഞാൽ മതി, അവർ നോക്കിയെടുത്ത്. എൻ്റെ ദേവദാസനെ അവർ രജിസ്റ്ററിൽ പേര് നോക്കിയിട്ട് രജിസ്റ്ററിൽ പേര് കാണുന്നില്ല. അത്ഭുതം. ആ സമയം വരെയും ജാമ്യക്കാർ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ സമയം വരെയും കരവെടുത്ത രസീത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ സമയം വരെയും അവരുടെ ഐഡൻറ്റിറ്റിക്കാർ അവർ കണ്ടതാണ്. പക്ഷേ ഞാൻ പുറത്തു വന്നതിന് ശേഷം ആ രജിസ്റ്ററിൽ പേര് കാണുന്നില്ല, നോക്കിയിട്ട് അഡ്രസ്സ് കാണുന്നില്ല, നോക്കിയിട്ട് സൈൻ കാണുന്നില്ല. വാസ്തവത്തിൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല ദേവദാസനെ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നത് മനുഷ്യരല്ലായിരുന്നു, ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരായി. തീർച്ചയായിട്ടും. അതിനുശേഷം വെളി വന്നതിന് ശേഷം അന്വേഷിച്ചു. മാക്സിമം പേര് ചോദിച്ചു, അവർക്ക് ആർക്കും പേരറിയില്ല. ഇതാണ് ദൈവപ്രവൃത്തി. ഒരുപക്ഷെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിയമപരമായ ഏതെങ്കിലും കുരുക്കിനകത്ത് ഭാരപ്പെടുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സാക്ഷി അവർക്ക് വിടുതലാകും. തീർച്ചയായിട്ടും. കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വരാൻ യേശുവിന് കഴിയും, ദൈവദൂതന് കഴിയും. 16 ചേവകളുള്ള പത്രോസ് കിടക്കുന്ന കാരാഗ്രഹത്തിനകത്ത് പൂട്ടുപൊളിക്കാതെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങാമെങ്കിൽ തീർച്ചയായിട്ടും ജയിലിനകത്തും കോടതിക്കകത്തും എവിടെ വേണമെങ്കിലും എൻ്റെ ദൈവത്തിന് ഇറങ്ങി വരാം. ലോകത്തിൻ്റെ യേശുവിനെ അറിയാത്തവർക്ക് ഈ സാക്ഷ്യം ഭോഷത്വമായിട്ട് തോന്നും, യേശുവിൽ വിശ്വസിക്കാത്തവർക്കും ഈ സാക്ഷ്യം ഭോഷത്വമാണ്. പക്ഷെ നമുക്കിത് ഭോഷത്വമല്ല, ഇതെൻ്റെ അനുഭവമാണ്. ഈ ജയിലിൽ നിന്ന് വെളി വന്നതിന് ശേഷം ഈ ദൈവവേല ചെയ്യണം എന്നുള്ളത് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? പക്ഷേ തന്നെ അങ്ങനെ എന്നെ വീട്ടിൽ കയറ്റത്തില്ലാത്തൊരു സമയമായിരുന്നു. ആ രാത്രിയിൽ ഞാൻ കലങ്ങിയ കണ്ണുമായിട്ട് തിരുനക്കര മൈതാനം എന്നൊരു മൈതാനമുണ്ട് കോട്ടയത്ത്. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയില്ല, നേരെ തിരുനക്കര മൈതാനത്ത് പോയിരുന്നു. എനിക്കപ്പോൾ സിഗരറ്റ് വലിക്കാൻ കഴിയുന്നില്ല. ഹാൻസ്, തുളസി, പാൻബ്രാഗ്, ശംഭു, കഞ്ചാവ് ഇത്യത്തി കാര്യങ്ങൾ 6 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരും തൊടണമെന്ന് പറഞ്ഞില്ല, സ്വയമായിട്ട് തോന്നുകയാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ജഡത്തിൽ ആഗ്രഹമാണ് ഇത് ഉപയോഗിക്കാൻ, പക്ഷെ സാധിക്കുന്നില്ല. എൻ്റെ ദേവദാസനെ ഞാൻ ആ ഗ്രൗണ്ടിൽ ചെന്നിരുന്നു. രാത്രി ആകുന്നതുവരെയും കരയാൻ തുടങ്ങി. ജയിലിൽ തലേ രാത്രിയിൽ ഇറങ്ങിയപ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ കരഞ്ഞ അതേ കണ്ണുനീര് രാത്രി മുഴുവൻ ആ 12 മണി അടുക്കുന്നൊരു സമയം വരെയും ആ തിരുനക്കര മൈതാനത്തിരുന്ന് കരഞ്ഞു. എനിക്ക് വണ്ടിക്കൂലിയില്ലാത്തതുകൊണ്ട് വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പോകാൻ കഴിയുന്നില്ല. വീട്ടിലേക്കും ജയിലിലും ഇടയ്ക്ക് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്? ഏകദേശം ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസ്. 9 കിലോമീറ്റർ ദൂരം പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്തതാണ് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അത് തന്നെയല്ല, വീട്ടിൽ ചെന്നാലും വീട്ടിൽ ഒരു പേടി. കാരണം അവർ ഓൾറെഡി അറിഞ്ഞു പത്രങ്ങളിലൂടെ ജയിലിൽ പോയ കാര്യം. അവർ പത്രങ്ങളിലൂടെ അവരറിഞ്ഞ കാര്യം അവരുടെ ഹൃദയത്തിനകത്ത് ഭാരമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജയിലിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ മടിയുണ്ട്. ഒത്തിരി നാളുകൾ വീട്ടിൽ കയറാതെ അല്ലെങ്കിൽ വീട്ടിൽ ഇടയ്ക്കൊക്കെ വരും, മാറി നിൽക്കും. ജയിലിൽ പോകുന്നതിൻ്റെ തലേദിവസം വീട്ടിലായിരുന്നു? അല്ല, ജയിലിൽ പോകുന്നതിൻ്റെ തലേദിവസം ഒളിവിലായിരുന്നു, പല നാളുകളോളം ഒളിവിലായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പല ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നത്. അതെ. അങ്ങനെ തിരുനഗര മൈതാനത്ത് നിന്ന് എനിക്കൊരു ഉൾപ്രേരണ കൊല്ലാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ വീടുകളുണ്ട്. പള്ളിക്കാരായിരിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളുള്ള നല്ല സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ എൻ്റെ അവിടെ എനിക്കൊരു കുഞ്ഞനുജനുണ്ട്, ടിനോ എന്ന് പറയുന്ന. അവൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു താല്പര്യം ഉള്ളിലുള്ള. റിലേറ്റീവ്സ് ആണോ? ചർച്ചിലെ ഒരു ബന്ധമാണ്. ഞാൻ പലപ്പോഴും ആ വീട്ടിലായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് മുമ്പ് ആ വീട്ടിലാണ് പലപ്പോഴും കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോൾ കയറി ചെന്നാലും എനിക്ക് ആഹാരം തരും, വസ്ത്രം തരും, അങ്ങനെ ഒരു ഭവനമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് കോട്ടയത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് പോകാൻ ഏകദേശം ഒരു 7 കിലോമീറ്റർ നടക്കണം. അങ്ങനെ ഞാൻ രാത്രി തിരുനക്കര മൈതാനത്തിൽ നിന്ന് ആ വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയം ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞു. മണിപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ വൈറ്റ് യൂണിക്കോൺ ബൈക്കിൽ ഒരു പാവപ്പെട്ട ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ പോൾ സോമര എന്നാണ്. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന്
കഴിഞ്ഞ 20ഓളം വർഷം കോട്ടയം പട്ടണത്തിൽ ഒരു സഭയുടെ ഇടയനായിട്ട് കർത്താവിൻ്റെ വേല എന്നൊരു അഭിഷക്തനാണ്. അന്നൊരു 12 വർഷമേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ആ ദേവദാസൻ ആ ബൈക്കിൽ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ നമുക്കറിയാം, ലിഫ്റ്റ് ആഗ്രഹമുള്ളവരുടെ നടത്തം കാണുമ്പോൾ നമുക്കറിയാം അവരിങ്ങനെ പുറകിൽ തിരിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് വണ്ടികൾക്ക് ഞാൻ ലിഫ്റ്റ് നോക്കി, ചിലരൊക്കെ വണ്ടികൾ കൈ കാണിച്ചു, ആരും നിർത്തിയില്ല. അവസാനം ഞാൻ മടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ടില്ല, 4 ദിവസം ഇട്ട പഴയ ഷർട്ടും മുണ്ടും, ശരീരം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിൽ ജയിലിൽ നിന്ന് വരുന്നൊരവസ്ഥയാണല്ലോ. മുടിയെല്ലാം വളർത്തി വല്ലാത്തൊരു കാടത്ത സ്വഭാവത്തിലാണ്. പക്ഷെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ദൈവദാസൻ എന്നോടൊരു അലിവ് തോന്നി. അദ്ദേഹം വണ്ടി എൻ്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നോട് ചോദിച്ചു, എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കൊല്ലാടാണ് പോകേണ്ടത്, ഞാൻ അങ്ങോട്ടാണ്, വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം താമസിക്കുന്നത് മാങ്ങാനത്തോ മറ്റുമാണ്, എന്നാലും കൊല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വണ്ടി കയറ്റി. പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്, ഇവനോട് സുവിശേഷം പറയാൻ. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ചെല്ലേണ്ട സ്ഥലത്തെത്തി. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി താങ്ക്സ് പറഞ്ഞു. അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹം ഫസ്റ്റ് എയ്ഡ് ഇട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണുകളിലേക്ക് അദ്ദേഹം നോക്കുന്നത്. എൻ്റെ കണ്ണ് മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്, കണ്ണിൽ കൂടെ കണ്ണുനീരും വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അങ്കിളെ. അല്ല, എന്ത് പറ്റി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അർദ്ധരാത്രിയാണെന്ന് വിചാരിക്കണം, ആരുമില്ല. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അല്ല, പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ വിക്കി ഞാൻ അദ്ദേഹത്തോട് എൻ്റെ സാക്ഷ്യം 2-3 മിനിറ്റ് എടുത്ത് പറഞ്ഞു. അദ്ദേഹം ഞെട്ടിപ്പോയി. കാര്യം ജയിലിൽ നിന്ന് വരുന്ന ഒരാളെ കൊണ്ടല്ലേ ബൈക്കേ വന്നത്. സ്വാഭാവികമായിട്ട് പേടിച്ചു പോകും. ആ സമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കകത്ത് എനിക്ക് വലിയ സമാധാനം വീണ്ടും വരുന്ന പോലെ തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അങ്കിൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? പറഞ്ഞു, മോൻ ചോദിച്ചോളും പറഞ്ഞു. എനിക്ക് ഇത്ര പാപങ്ങളുണ്ട്. ഞാനൊരു ദൈവമകളുടെ മകനായിട്ട് ജനിച്ചത്. ചെറുപ്പകാലഘട്ടങ്ങളിൽ യേശുവിനെ ആരാധിച്ചിരുന്നു, പക്ഷേ യേശുവിനെ അനുഭവിച്ചിട്ടില്ല, യേശുവിൽ വിശ്വസിച്ചിട്ടുമില്ല. ഇപ്പോൾ എനിക്ക് ഇത്ര വയസ്സുണ്ട്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നിരവധി പാപങ്ങൾ ഞാൻ ചെയ്തു. ദൈവികതമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയി. ഇനി എൻ്റെ പാപത്തെ ക്ഷമിപ്പാൻ യേശുവിന് കഴിയുമോ? ആ സമയം അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് എന്നെ ക്രിസ്തീയ ലോകത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ എന്നെ നിലനിർത്തിയത്. അദ്ദേഹം പറഞ്ഞു, മോനെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിൻ്റെ എത്ര വലിയ കുറവുണ്ടെങ്കിലും യേശു ക്ഷമിക്കും. ആ വാക്കെൻ്റെ ഹൃദയത്തിനകത്തൊരു ആശ്വാസമായി. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയല്ല, അദ്ദേഹം പറഞ്ഞ വചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി എൻ്റെ അകത്തേക്ക് വന്നടിച്ചു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടൊരു ദൈവശബ്ദം എൻ്റെ കാതിൽ വീഴുന്നത്. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി. സുഖകരമായിട്ട് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി. കൂട്ടുകാരൻ്റെ വീട്ടിൽ. അതിനുശേഷം വീട്ടിലേക്ക് എപ്പോഴാണ് പോയത്? അങ്ങനെ പ്രഭാതമായപ്പോൾ അന്ന് എനിക്കൊരു റിലയൻസിൻ്റെ മൊബൈൽ ഫോണായിരുന്നു. അതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഈ റിങ് കേട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ റിങ് ആരുടെ അല്ല, ഈ ദേവദാസിൻ്റെ റിങ് ആയിരുന്നു. തലേ രാത്രിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, ഇവിടെ അടുത്തൊരു പ്രാർത്ഥനയുണ്ട്, ഒരു കൊച്ചു കൂട്ടായ്മയാണ്, മോൻ വരാമോ? ഞാൻ പറഞ്ഞു, അങ്ങളെ ഞാൻ വരത്തില്ല, എനിക്കിഷ്ടമല്ല, ഞാൻ അദ്ദേഹത്തോടെ വിരക്തി കാണിക്കുക, എനിക്ക് താല്പര്യമില്ല. പിന്നെ വീട്ടുകാരെ ബോധിപ്പിക്കാനൊക്കെയാണ് ഞാൻ ഒരു കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആഗ്രഹമില്ല. അല്ല, മോനൊന്ന് വാ. അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങളെ 5 ദിവസമായി ഈ പഴയ ഷർട്ട് എനിക്ക് വേറെ ഒന്നും ഉടുക്കാനില്ല. അപ്പം പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, കുളിക്കുക, അത് തന്നെ എടുത്തിടുക, നീ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ അദ്ദേഹം എന്നെ 10 മണിയായപ്പോൾ വന്നു. അദ്ദേഹം എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. ആ പ്രാർത്ഥനയ്ക്കകത്ത് 2 പാട്ടുപാടി ജനമെല്ലാം ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഈ ദേവദാസൻ വചന ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം വചന ശുശ്രൂഷയുടെ ഒരു പകുതിയായ സമയം, തലേ രാത്രിയിൽ ജയിലിനകത്തിറങ്ങിയ ആ ദൈവ സാന്നിധ്യം, ആ വെളിച്ചത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, ആ ദൈവശബ്ദം വീണ്ടും എൻ്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. ഇരുന്ന ജനത്തിൻ്റെ നടുവിൽ ഞാൻ ചാടി എണീറ്റു. എല്ലാവരും നോക്കി നിൽക്കുക. ഈ ദൈവദാസൻ അങ്ങ് സ്തബ്ധനായിപ്പോൾ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാടി എഴുന്നേൽക്കുക. ഞാൻ പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറയാം, അങ്ങളെ, എനിക്ക് യേശുവിനെ വേണം, യേശുവിനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് നന്നായിട്ട് ജീവിക്കണം അങ്ങളെ.
അദ്ദേഹവും ദൈവത്തിൻ്റെ ജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം എനിക്ക് അവിടെ വെച്ച് രക്ഷാവാചകം ചൊല്ലിത്തന്നു. ഓക്കെ. അങ്ങനെ ആ രക്ഷാവാചകം ചൊല്ലി അന്ന് 2008 യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അന്ന് സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പം ജയിലിൽ വന്നതിന് ശേഷം വീട്ടിലേക്ക് പോയപ്പോൾ Yeah. എന്തായിരുന്നു വീട്ടിലെ പ്രതികരണം? വീട്ടിൽ ചെന്നു. അവർക്ക് മനസ്സിലായി ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് ശകാരമായ വാക്കുകളൊന്നും പറഞ്ഞില്ല. എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഭാരമായിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ വീട്ടിൽ തന്നെ ഇരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും മനസ്സിലായി ഇവൻ ലഹരി ഉപയോഗിക്കുന്നില്ല, മദ്യം ഉപയോഗിക്കുന്നില്ല, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല, എന്തോ ഒരു മാറ്റം അവനുണ്ടായെന്ന് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ വരാന്തയിൽ ഇരുന്നൊരു ബൈബിൾ എടുത്ത് എല്ലാവരും നോക്കി വായിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷെ അവർ വിചാരിച്ചു ഇനി 2-3 മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പുറകോട്ട് പോകും. പഴയ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നു, അവരോടൊക്കെ സ്നേഹമായിട്ട് ഇടപെട്ടു. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല, മദ്യപിക്കാൻ പോകുന്നില്ല, തെറ്റായിരിക്കുന്ന ആ ഒരു ജീവിത രീതിയിലേക്ക് പോകാതെ എൻ്റെ ലൈഫിനകത്തൊരു വലിയ മാറ്റം എൻ്റെ വീട്ടുകാർക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യമായിട്ട് ഞായറാഴ്ച കൊല്ലാടുള്ള ഒരു ചർച്ചക്കോടിൻ്റെ ഹാളിൽ നാളുകൾക്ക് ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. എല്ലാവർക്കും അതിശയമായി, ആശ്ചര്യമായി. ആദ്യം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നൊരു കാലമുണ്ട് ബോധിപ്പിക്കാൻ. പക്ഷേ ഇത് യേശുവിനെ അനുഭവിച്ചുകൊണ്ടാണ് വന്നത്. പയ്യെ വലിയ മാറ്റങ്ങൾ എൻ്റെ ചർച്ചിനകത്ത് വരാൻ തുടങ്ങി. സഭയുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഈ ദൈവദാസൻ്റെ ചർച്ചിലും പോകാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത ഒരാത്മീയ സന്തോഷത്തിലേക്ക്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിലേക്ക് ഞാൻ വന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് എൻ്റെ മദ്യപാന സ്വഭാവം മാറിയത്. ഒറ്റ രാത്രി കൊണ്ടാണ് ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ അവസാനിച്ചത്. ഒറ്റ രാത്രി കൊണ്ടാണ് ലഹരികൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ദൈവം എന്നെ മാറ്റിയെടുത്തത്. ഒരുവൻ്റെ ലൈഫിനകത്ത് യേശു വന്നാൽ ചിലർ പറയുന്നത് കേൾക്കാം എല്ലാം മാറി. ചിലർ പറയുന്നത് കേൾക്കാം യേശുവിനെ എനിക്ക് സ്വീകാര്യം, പക്ഷേ എനിക്ക് മദ്യപാന സ്വഭാവം മാറാൻ പറ്റുന്നില്ല, സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, യേശുവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ എല്ലാം മാറും. കാര്യം വചനത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ജോലിക്ക് വല്ലതും പോകാൻ എന്തെങ്കിലും? ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷമായിട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിൽ അന്ന് 2 വർഷത്തോളം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ പറഞ്ഞു, എനിക്ക് കേസുകളുള്ളതുകൊണ്ട് പലപ്പോഴും എനിക്ക് കോടതികളിൽ പോകേണ്ടി വരും, എല്ലാ ദിവസവും എനിക്ക് ഹാജരാകാൻ പറ്റത്തില്ല, പ്രാക്ടിക്കൽ ടൈമിൻ്റെ മാത്രം ഞാൻ വരാം. അങ്ങനെ ഈ അടിയും ബഹളവും കേസും വഴക്കുമൊക്കെ നടക്കുമ്പോഴും ഞാൻ ഈ എൻജിനീയറിങ്ങിൻ്റെ ഈ പഠനത്തിനകത്തും മദ്യപാന സ്വഭാവം ഇല്ലാതെ നല്ല ബുദ്ധിയിലിരിക്കുമ്പോൾ ഇവിടെയും പോയി പഠിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് ഞാനത് പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ട്രെയിനിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയത്തിനകത്തായിരുന്നു ഞാൻ ഈ ജയിലിനകത്ത് വീണ്ടും പോയതും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നതും. വീണ്ടും ജോലിക്ക് കയറാനുള്ള സംഭവം വീണ്ടും ഞാൻ ട്രെയിനിയായിട്ട് വീണ്ടും പോകാൻ തുടങ്ങി. കിട്ടുന്ന സമയം ലീവ് എടുത്ത് ഉപവാസ പ്രാർത്ഥനകളിലും ഈ ദൈവദാസനെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അന്ന് ആത്മീയരായിരിക്കുന്ന ബന്ധങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ മാറ്റം അറിഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് വീട്ടിൽ സന്ദർശിക്കാൻ തുടങ്ങി. പലരും അവരുടെ കൂട്ടായ്മയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ രൂപാന്തരം ഉണ്ടായി. പക്ഷേ എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്ന പല സുഹൃത്തുക്കൾക്കും അത് വിഷമമായി. അവർ തെറി വിളിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി, അവർ ഉപദ്രവിക്കാൻ തുടങ്ങി, മാനസികമായിട്ട് വേദനയുടെ വാക്കുകൾ പറയാൻ തുടങ്ങി. എങ്കിലും ദൈവസാന്നിധ്യം വിട്ടു പോകാതെ കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സൂക്ഷിച്ചു. ഈ ജോലിക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ജോലി വേണ്ട, ദൈവവേലയാണ് ചെയ്യുന്നത്, അത് ഉപേക്ഷിച്ചിട്ട് ദൈവവേല തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്താണ്? 2008 പ്രാരംഭത്തിലാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. 2009 മെയ് മാസം എനിക്ക് തോന്നുന്നു 18, 19, 20 3 ദിവസക്കാലം ഞങ്ങളുടെ അടുത്ത് പൂന്തുരുത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്തൊരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ഞാനൊരു സാധാരണ വിശ്വാസിയാണ്.
അപ്പോൾ എന്നെ ആ രക്ഷയിലേക്ക് കൊണ്ടുവന്ന പോൾ സോമരാജ് എന്ന് പറയുന്ന പാസ്റ്റർ പറഞ്ഞു, മോനെ ഇന്ന സ്ഥലത്തൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നീ അതിനകത്ത് വരണം, അഭിഷേകം പ്രാപിക്കാൻ പറ്റുമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആ അന്യഭാഷയുടെ അടയാളത്തിന് വേണ്ടി നീ ഇരിക്കണം. ഞാൻ പറഞ്ഞു അങ്ങളെ ഞാൻ വരാം. അങ്ങനെ 3 ദിവസം ഉപവാസം എടുത്തു. അന്ന് 3 ദിവസവും ആ പ്രാർത്ഥനയിൽ ഐസാൻഡിനി എന്ന് പറയുന്ന 70 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനാണ് ശുശ്രൂഷിക്കുന്നത്. 3 ദിവസം ശുശ്രൂഷിക്കും. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെ പ്രാർത്ഥനയ്ക്കകത്ത് വന്നു. എല്ലാവരെ പോലെ ഏറ്റവും മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അന്ന് ഞാൻ 1 വർഷം മുഴുവൻ എവിടെ പ്രാർത്ഥന നടത്തിയാലും ഏറ്റവും മുൻപിൽ വന്നാണ് ഇരിക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? അഭിഷേകത്തിനോട് ഞാൻ പറയാം. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അവരുടെ തുപ്പൽ എൻ്റെ ദേഹത്ത് വീഴണം. എൻ്റെ ഒരു രക്ഷിക്കപ്പെട്ടു വന്ന സമയത്തുള്ള എൻ്റെ ഒരു ആഗ്രഹം അതിനുവേണ്ടി ഏറ്റവും മുമ്പിൽ വന്നിരിക്കും. ഇവർ തുപ്പിയില്ലെങ്കിൽ ഇവിടെ അരികിൽ പോയി ഇരിക്കും, ഇവിടെ തുപ്പൽ വീഴാൻ വേണ്ടി. അങ്ങനെ ഒരു കാര്യം അത്രമാത്രം പാപഭംഗിലമായ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും അറിയില്ല. ചെറുപ്പകാലങ്ങളിലും മാതാപിതാക്കളുടെ എക്സ്പീരിയൻസും അവർ കാണിക്കുന്നതൊക്കെ കണ്ടു പരിചയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിലും അനുഭവമില്ല, ദൈവമായിട്ട് റിലേഷൻഷിപ്പില്ല, ബന്ധമില്ല. അങ്ങനെ ദൈവദാസനെ ആ 3 ദിവസ പ്രാർത്ഥനയിൽ ഞാനും ആദ്യമായിട്ട് ഉപവസിക്കുകയാണ്. 22-ാമത്തെ വയസ്സിൽ, 21-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുന്നു. 22-ാമത്തെ വയസ്സിൽ ഉപവസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലേ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വാക്കിനെ അനുസരിച്ച് ഞാൻ ഉപവസിക്കുക. മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഈ ദൈവദാസനെ എൻ്റെ തലയിലോട്ട് കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ തൊടും, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കും. അപ്പോൾ ഈ പാസ്റ്റർ രക്ഷിക്കപ്പെട്ട അന്ന് പിറ്റേ ദിവസം മുതൽ എന്നോട് പറയാൻ തുടങ്ങിയതാ, മോനെ നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തൊടും, നീ ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളവനാണ്. അപ്പോൾ ഞാനൊക്കെ ചിരിച്ച് തള്ളി. അപ്പോൾ ഈ ദൈവദാസൻ ഈ ദൂത് പറഞ്ഞപ്പോൾ സഭയിലുള്ള വിശ്വാസികളും പാസ്റ്ററും എല്ലാം അങ്ങ് ചിരിച്ചു. ഓക്കെ, ഞാൻ ഉള്ളിൽ സ്തോത്രം പറഞ്ഞു, പുറമെ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ട്. 2-ാം ദിവസം ഉപവാസമാണ്. അയ്യോ പോകണമെന്ന് പോലും ഇല്ല. കാര്യം വീണ്ടും ദൂത് കേൾക്കുമെന്നുള്ള പേടി. കാര്യം എനിക്ക് ദൈവവേല ചെയ്യാൻ ആഗ്രഹമില്ല. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബമാണ്. അങ്ങനെ എൻ്റെ ആഗ്രഹം എൻ്റെ പപ്പായിക്ക് കുറച്ച് പണം ഉണ്ടാക്കി കൊടുക്കണം, നല്ല വീട് പണിയണം, നല്ല കാറ് മേടിക്കണം, നല്ല സാമ്പത്തിക നന്മ വേണം, എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയായിരുന്നു ഞാൻ ഷിപ്പ് യാർഡിൽ തന്നെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ സമയം നടത്തിയത്. അങ്ങനെ 2-ാമത്തെ ദിവസം ഞാൻ മീറ്റിങ്ങിനകത്ത് വന്നു. എൻ്റെ ദൈവദാസനെ, ഈ ദൈവദാസൻ 2-ാമത്തെ ദിവസം ദൂത് പറയുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ കണ്ടിരിക്കുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഇടിഞ്ഞു. 3-ാമത്തെ ദിവസവും പിന്നെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ വരിക. മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ വന്നിരുന്നു. സാധാരണ എൻ്റെ ദൈവദാസനെ ഞാൻ ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിൽ, ഇത് ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഈ ദൈവദാസൻ എന്നെ തുടരുത്. ആളുകളെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ സഹോദരിമാർ ഈ സൈഡിൽ, ഈ അപ്പച്ചന്മാരുടെ സൈഡിൽ വന്ന് ഞാനങ്ങ് ഇരിക്കുകയാണ്. വലിയായിട്ട് ആരാധിക്കുന്നൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ആത്മനിറവിൽ ഈ ദൈവദാസൻ ആദ്യം എന്നോട് ദൂത് പറയുക, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കും, നീ അന്യഭാഷയിൽ സംസാരിക്കും, നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ഇതുകൂടെ കേട്ടപ്പോൾ ജനമെല്ലാം അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ഞാനും അങ്ങ് ആരാധിച്ചു മനസ്സിലാ മനസ്സോടുകൂടി. എൻ്റെ ദൈവദാസനെ, ഈ ആരാധന നടക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു അടയാളം ദൈവത്തോട് ചോദിച്ചു. ആ അടയാളം ജീവനുള്ള ദൈവമാണെങ്കിൽ എനിക്ക് ജാമ്യം കിട്ടണം. അതുപോലൊരു അടയാളം ഞാൻ ചോദിക്കുക. അടയാളം എന്നാണെന്നറിയാമോ ദൈവദാസനെ? 22 വർഷമായിട്ട് എൻ്റെ നാവിന് വിക്ക. ഞാൻ ഇന്ന് രാത്രിയിൽ ആ ദൈവദാസനോട് വിക്കിയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ 22 വർഷം എനിക്ക് വിക്കാണ്. ഞാൻ 10 പേരുടെ മുമ്പിൽ മദ്യപിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വിക്കി കാരണം ഞാൻ പല സുഹൃത്തുക്കളുടെ അരികിലും മദ്യപിക്കാതെ പോകത്തില്ല. അപ്പോൾ വിക്ക് എൻ്റെ നാവിൽ നന്നായിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ നാവിൻ്റെ വിക്ക് മാറ്റിയാൽ എന്ന് വിക്ക് മാറ്റുന്നു അന്ന് നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഞാൻ ഉള്ളം കൊണ്ട് വിചാരിച്ചു, ഇങ്ങനൊരു അടയാളം ചോദിച്ചു, ഇനി വർഷങ്ങൾക്ക് ശേഷം വിക്ക് മാറും, അപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ മതി, അതുവരെ ജോലി എങ്ങനെയും മേടിക്കണം. എൻ്റെ ദൈവദാസനെ, പ്രാർത്ഥന തീരുന്നതിൻ്റെ ലാസ്റ്റ് പാട്ട് നടക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ
എല്ലാവരും നിന്നുകൊണ്ട് ആരാധിക്കുകയാണ്. ഈ ദൈവദാസൻ വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ചു. എൻ്റെ അഭിഷേകത്തിനെ ദൈവസാന്നിധ്യം വന്നാൽ തെറിച്ചു പോകുമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ദൈവസാന്നിധ്യം വന്നാൽ തെറിച്ചു പോകും. യഥാർത്ഥ അഭിഷേകം ഇറങ്ങിയാൽ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിൽ ദൈവദാസനെ ഞാൻ തെറിച്ചു പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ 22 വർഷമായിട്ടുള്ള എൻ്റെ നാവിൻ്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു. കർത്താവ് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴുണ്ടല്ലോ ജനം അതിശയിച്ചു. എന്നറിയാവോ, മലയാള ഭാഷ മാത്രം അറിയാവുന്ന ഗ്ലാഡ്സൺ അന്യഭാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നേ. ആ ഒറ്റ പ്രാർത്ഥനയിൽ അന്യഭാഷയുടെ അടയാളം, ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണത എൻ്റെ ലൈഫിനകത്ത് വന്നു. അന്ന് സകലരും നോക്കി നിൽക്കെ ഞാൻ സകലരുടെ മുമ്പിൽ നിന്ന് പ്രതിഷ്ഠിച്ചു, ഇന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ആ പ്രാർത്ഥനയിൽ ജോലി ഉപേക്ഷിച്ചു. ആ പ്രാർത്ഥനയിലെ തീരുമാനം അന്ന് 22-ാമത്തെ വയസ്സിൽ 2008 മെയ് മാസം 21-ാം തീയതി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അന്ന് എൻ്റെ ജന്മദിനവും കൂടെ ആയിരുന്നു. അത് മറ്റൊരു വസ്തുത. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. ഈ അകാലപ്രജ പോലെയുള്ള എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ഈ സുവിശേഷ വേലയിൽ വന്നതിന് ശേഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു അനുഭവവും ഇപ്പം ഉള്ള അനുഭവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അഭിഷേകനെ വാസ്തവത്തിൽ ആത്മീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഒരുപാട് മുറിവുകൾ ആത്മീയരെന്ന് പറയാൻ കഴിയില്ല, ആത്മീയ ലോകത്തിലുള്ള അനാത്മീയരിൽ നിന്ന് എൻ്റെ ലൈഫിനകത്ത് നേരിട്ടു. എൻ്റെ സാക്ഷ്യത്തിനെതിരായി സംസാരിച്ചു. ഇവൻ സുവിശേഷ വേലയ്ക്ക് യോഗ്യനല്ലെന്ന് ഒരുപാട് പേര് പരസ്യമായിട്ട് പറഞ്ഞു. ഞാനത് ചോദിച്ചിട്ട് വന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ശുശ്രൂഷയിൽ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അല്ല മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ നിന്റെ ഭാവി ഇതല്ലായിരുന്നോ അതെ എന്നുള്ള ഒരു ചോദ്യം, അങ്ങനെ മുറിവോ വേദനയോ എന്തെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ? ഒരുപാട് മുറിവുകൾ എൻ്റെ ലൈഫിനകത്ത് വന്നിട്ടുണ്ട്. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ തന്നെ പുറത്താക്കിയൊരു സമയം, കൈപിടിച്ച് നടത്തേണ്ടവർ തന്നെ കുറ്റം പറഞ്ഞൊരു സമയം, പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചവർ പള്ളു പറഞ്ഞൊരു സമയം ഒക്കെ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നന്നായിട്ട് അറിയാം, ചില കഷ്ടതയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ദൈവം നമ്മെ പൊന്നാക്കാൻ വേണ്ടിയാണ്. യോസേഫിൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് പൊട്ടക്കിണറ്റിലിട്ടത്. ആ സഹോദരങ്ങൾ തന്നെയാണ് ഇശ്മാലർക്ക് വിറ്റത്. പൊത്തിഫറിൻ്റെ ഭവനത്തിനകത്തും ദൈവിക ചലനങ്ങൾ നടന്നു. പക്ഷേ അവനതറിയില്ലായിരുന്നു. പക്ഷേ അവന് വേണ്ടി ഒരു രാജകീയ സിംഹാസനം ദൈവം ഒരുക്കി വെച്ചു. ആ രാജകീയ സിംഹാസനത്തെ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കഷ്ടം വന്നത്, പ്രതിസന്ധികളിലൂടെ ഞാൻ മുമ്പോട്ട് പോയത്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു മനസ്ഥിതി എങ്ങനെയാണ്? പക്ഷേ തന്നെ 1000 കോടി രൂപ ലോട്ടറി അടിച്ചതിനേക്കാൾ സന്തോഷമാണ്. കാര്യം നമ്മുടെ ദൈവത്തിൽ വിശ്വസ്തനാണ്. വിശ്വസ്തന് 24 കേസുകളുള്ള ഗ്ലാഡ്സൺ ഇപ്പം നിലവിൽ ഏതെങ്കിലും കേസുണ്ടോ? ഒരു കേസും ഇല്ല. 2015 14 ലാസ്റ്റോടുകൂടെ എൻ്റെ മുഴുവൻ കേസും ഇന്ത്യൻ പീനൽ കോഡിൽ നടക്കാത്ത അത്ഭുതം എനിക്ക് വേണ്ടി ദൈവം ചെയ്തു. ഞാൻ അടിച്ചതും എന്നെ അടിച്ചതും കേസുള്ളവർ എല്ലാവരും കേസ് അദാലത്ത് വെച്ച് റിജക്റ്റ് ചെയ്തു. കേസ് അദാലത്തായിരുന്നു, മിക്കതും അദാലത്തല്ലായിരുന്നു, മിക്ക കേസും തള്ളിപ്പോയി. അങ്ങനെ എൻ്റെ ദൈവം കേസുകൾക്കകത്തെല്ലാം എന്നെ വിടുവിച്ചു. കേസുള്ളവൻ ഒരിക്കലും പാസ്പോർട്ട് കിട്ടില്ല, പാസ്പോർട്ട് കിട്ടാത്തവൻ ഒരിക്കലും വിദേശത്ത് പോകാൻ കഴിയില്ല. പക്ഷെ ദൈവം എന്നെ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അയച്ചു. കർത്താവിൻ്റെ സ്നേഹം അത്ര വലുതാണ്. ആമേൻ. ആദ്യം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ പുച്ഛിച്ചവര്, നിന്ദിച്ചവര്, ഇപ്പം അവരുടെ ഒത്തിരി പേര് മാറ്റി നിർത്തിയവരുടെ വീടുകളിലാണ് ഞാൻ പ്രാർത്ഥന നടത്തുന്നത്. വചനം അതാണ് പറയുന്നത്. ഒരുപാട് പേര് മാറ്റി നിർത്തിയവർക്ക് വേണ്ടി അവരെന്ന് ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെ തള്ളപ്പെട്ടോ അവിടെ തന്നെ പദ്ധതി. ആമേൻ. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ ദൈവം എന്നെ വന്ദനമാക്കി മാറ്റി. കാര്യം എനിക്കൊരു യോഗ്യതയില്ല ദൈവദാസൻ. ഇപ്പോഴും ഈ സീറ്റിലിരുന്ന് അഭിഷക്തൻ്റെ മുമ്പിൽ ഇരിപ്പാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. ഇത് കർത്താവിൻ്റെ കൃപയാട്ടോ. പ്രസംഗിക്കാനോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തന്നു. ഇപ്പം ഫാമിലിയൊക്കെ ഒരുമിച്ച് സന്തോഷമായി. ഇപ്പം എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു അഭിമാനമാണ്. എൻ്റെ ദേശത്തിന് ഞാൻ സന്തോഷകരമാണ്. എൻ്റെ മോനാന്ന് പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാറ് താഴെ ഇട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഹൈന്ദവ കുടുംബങ്ങളാണ്.
പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവർ ഇറങ്ങി വരും. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്നോട് പറയും. ഗ്ലാഡ്സനെ ഇന്ന വിഷയം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഇന്ന വിഷയങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചേക്കണേ. പല ദിവസങ്ങളിലും ഞാൻ കണ്ടൊരു കാഴ്ച, രാവിലെ ഞാൻ രാത്രിയിൽ ക്ഷീണിച്ചാണ് വന്ന് കിടക്കുന്നത്, രാവിലെ ലേറ്റ് ആവും ഒരു പക്ഷേ എഴുന്നേക്കാം. എഴുന്നേറ്റ് വരുമ്പോൾ അവർ പറയും ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരാമോ. ഞാൻ പറഞ്ഞാൽ അല്ലല്ല ഇപ്പം പറയണം. അവർ വീട്ടിൽ നിർബന്ധിച്ച് എന്നെ വീട്ടിൽ കയറ്റും. 10 മിനിറ്റ് ഇരുത്തിയിട്ട് ചായ എന്നിട്ട് പറയും പൊക്കോളാൻ പറയും. എനിക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലാകുന്ന 1-ാം തീയതിയാണ് ആരെങ്കിലും ആദ്യം വീട്ടിൽ കയറ്റണം. അപ്പോൾ ഞാൻ അറിയാതെ അവരുടെ വീട്ടിൽ കയറുകയാണ്. പെന്തക്കോസ്തുകാർ തന്നെ അംഗീകരിക്കണമെന്നില്ല, പക്ഷേ അവരുടെ വിശ്വാസം ഞങ്ങളുടെ ചുറ്റിനും കിടക്കുന്ന മുഴുവൻ ഹൈന്ദവ കുടുംബങ്ങളാണ്. പക്ഷേ അവർക്കെല്ലാം യേശുവിൽ വിശ്വാസമാണ്. എന്ന കാര്യം എന്നറിയാമോ, നമ്മുടെ സാക്ഷ്യം മാറി. കാര്യം പാപിയായിരുന്നവനെ രൂപാന്തരപ്പെടുത്താൻ യേശുവിന് കഴിയും. ക്രിസ്തുവിലായാൽ പഴയതെല്ലാം പോയി, എല്ലാം പുതിയതായി. ആമേൻ. ഇന്ന് ഞങ്ങളുടെ നാട്ടിലോ ഞങ്ങളുടെ സഭയിലോ ഞങ്ങളുടെ ദേശത്തോ ആർക്കെങ്കിലും ഒരു വിഷയം വന്നാൽ അവരാദ്യം എൻ്റെ ഫോണിലായിരിക്കും ഡയൽ ചെയ്യുന്നത്. കാര്യം അവനോട് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവൻ ഓടി വരും. വിശ്വാസം. കാര്യം എനിക്ക് ഏത് അർദ്ധരാത്രിയിലും മറ്റുള്ളവരെ സഹായിക്കാനൊരു അന്ന് പണ്ടും അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ആരുടെയെങ്കിലും കണ്ണ് നനഞ്ഞാൽ അവരുടെ ആരെങ്കിലും ഓടിച്ചെന്ന് നിൽക്കുക. അപ്പോൾ വീട്ടുകാർ പറയും അർദ്ധരാത്രിയിൽ എങ്ങും പോകണ്ട, പക്ഷേ ഞാൻ രാത്രിയിലാണ് കൂടുതലും സമയം പലരുമായിട്ട് ചിലവഴിക്കുന്നത്. അങ്ങനെ ഒത്തിരി ആത്മഹത്യകളെ മാറ്റിവിടാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവം മാനിക്കട്ടെ. ആമേൻ. ഇത്രയും നേരം താങ്കളുടെ അനുഭവ സാക്ഷി തങ്ങളോട് പങ്കുവെച്ചതിന് വളരെ നന്ദിയുണ്ട്. ಪ್ರಿಯ ವೀಕ್ಷಕರೇ, ಇದುವರೆಗೂ ಪಾಸ್ಟರ್ ಗ್ಲಾಡ್ಸನ್ ಅವರ ಒಂದು ಜೀವನವನ್ನು ನಾವು ಕೇಳಿದೆವು. 14 ವರ್ಷದಿಂದ 21 ವರ್ಷದವರೆಗೂ ಯಾರಿಗೂ ಬೇಡದವನಾಗಿ, ಲೋಕದ ಎಲ್ಲ ಮೋಹಗಳಲ್ಲಿ ಒಳಗಾಗಿ, ಸಕಲ ವಿಧವಾದಂಥ ಅಮಲು ಪದಾರ್ಥಗಳಿಗೆ ಗುಲಾಮನಾಗಿ, ಎಲ್ಲರಿಂದ ತ್ಯಜಿಸಲ್ಪಟ್ಟವನಾಗಿ, ಹೆಚ್ಚು ಕಡಿಮೆ 24 ಕೇಸುಗಳಲ್ಲಿ ಭಾಗಿಯಾಗಿ ಸೆರೆಮನೆ ವಾಸವನ್ನು ಅನುಭವಿಸ್ತಾ ಇರುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನನ್ನ ಜೀವನ ಇನ್ನು ಬೇಡ, ನನಗೆ ಜೀವನ ಕೊನೆಗೊಳಿಸಬೇಕೆಂಬುದಾಗಿ ತೀರ್ಮಾನ ಮಾಡಿಕೊಂಡು ಆತ್ಮಹತ್ಯೆಗೆ ಎದುರು ನೋಡುತ್ತಾ ಇರುವಂಥ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲರಿಂದ ಕೈಬಿಡಲ್ಪಟ್ಟಂಥ ಅವಸ್ಥೆ, ಯೇಸು ಅವರಿಗೋಸ್ಕರ ಸಹಾಯಕ್ಕಾಗಿ ಇಳಿದು ಬಂದನೆಂಬುದಾಗಿ ಅವರು ಇಷ್ಟವರೆಗೂ ಮಾತನಾಡಿದನು. ಊರಿನವರಿಗೂ ಮನೆಯವರಿಗೂ ಕುಟುಂಬದವರಿಗೂ ತಲೆನೋವಾಗಿದ್ದಂಥ ವ್ಯಕ್ತಿ ಈಗ ಅವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನೆಲ್ಲರಿಗೂ ಒಂದು ಆಶೀರ್ವಾದವಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ. ತನ್ನ 21ನೇ ವಯಸ್ಸಿನಲ್ಲಿ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯವನ್ನು ಅವರು ಅನುಭವಿಸಿದರು. ಯೇಸುವನ್ನು ಅವರ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿಕೊಂಡರು. ಇವತ್ತು ಆಶ್ಚರ್ಯಕರವಾದ ರೀತಿಯಲ್ಲಿ ದೇಶದಲ್ಲಿಯೂ ವಿದೇಶದಲ್ಲಿಯೂ ಕರ್ತನ ಮಹಿಮೆಯುಳ್ಳ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನನ್ನನ್ನು ಕೇಳುತ್ತಿರುವಂಥ ಯಾರಾದರೂ ಎಲ್ಲರಿಂದ ತಳ್ಳಲ್ಪಟ್ಟವನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಭಾವಿಸ್ತಾ ಇರುವುದಾದರೆ, ಅಥವಾ ಯಾವುದಾದರೂ ಅಮಲು ಪದಾರ್ಥಗಳಿಗೆ ಅಧೀನರಾಗಿ ಅದರಿಂದ ಹೊರಬರಲು ಸಾಧ್ಯವಾಗದೆ ಹೇಗಾದರೂ ಹೊರಬರಬೇಕೆಂಬುದಾಗಿ ಬಯಸ್ತಾ ಇರುವುದಾದರೆ, ಅಥವಾ ಯಾವುದಾದ್ರೂ ಸಮಸ್ಯೆಗಳಿಗೆ ಸಿಲುಕಿ ಹಾಕ್ಕೊಂಡು ಆತ್ಮಹತ್ಯೆಯನ್ನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ಬಯಸ್ತಾ ಇರುವುದಾದರೆ, ಪ್ರಿಯ ಗ್ಲಾಡ್ಸನ್ ಅವರಿಗೆ ಸಹಾಯ ಮಾಡಿದಂಥ ಯೇಸು ನಿಮಗೂ ಸಹಾಯ ಮಾಡುವುದಕ್ಕಾಗಿ ಯಾವ ಸಮಯದಲ್ಲಿಯೂ ನಿಮ್ಮೊಂದಿಗೆ ಸಿದ್ಧವಾಗಿದ್ದಾನೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸುವಂಥ ನಿಮ್ಮ ಪ್ರತಿಯೊಬ್ಬರ ಜೀವಿತದಲ್ಲಿಯೂ ಅವರ ಜೀವಿತದಲ್ಲಿ ಮಾಡಿದಂಥ ಅದ್ಭುತಗಳನ್ನು ಯೇಸು ಮಾಡಲು ಶಕ್ತನಾಗಿದ್ದಾನೆ. ಇದುವರೆಗೂ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ್ದಕ್ಕಾಗಿ ನಿಮಗೆ ಆಸರಿ ಟಿವಿಯ ವಂದನೆಯನ್ನು ತಿಳಿಸಾದೇನೆ. ಪಾಸ್ಟ್ರೇ, വളരെ ನನ್ನಿ. ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬರುವವರೆಗೂ ಆಸರಿ ಟಿವಿನ ವೀಕ್ಷಿಸಿ ದೇವರಿಂದ ಆಶೀರ್ವಾದ ಹೊಂದಿ. ಧನ್ಯವಾದಗಳು.